ഹായ് സുന്ദരീസ്. അപ്പോൾ നമ്മൾ വ്ളോഗ്സിലും അതേപോലെ സ്റ്റോറീസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ കോൺവെക്കേഷനാണ്. അപ്പോൾ ആളുടെ PhD കഴിഞ്ഞിട്ടുള്ള ആ ഒരു സെറിമണി ഉണ്ടാവില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റെഡി ആവണേ. കാര്യം എൻ്റെ ഭർത്താവിൻ്റെ കോൺവെക്കേഷൻ ആണെങ്കിലും ഞാൻ ഒട്ടും കുറയ്ക്കുന്നില്ല. എൻ്റേതാന്നുള്ള ഭാവത്തിൽ, അല്ലെങ്കിൽ അതിൽ കൂടുതലാണ് കേട്ടോ ഞാൻ ഒരുങ്ങണത്. പിന്നെ നമ്മൾ ഗോവയിലാണ്. അപ്പോൾ ഇവിടുത്തെ കോളേജിൽ എല്ലാവരും നല്ല ഒരുങ്ങി അങ്ങനെയൊക്കെ തന്നെയാണ് വരിക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ യാതൊരു ഇൻഹിബിഷൻസിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ കോൺടാക്ട് ലെൻസ് വെച്ചിട്ടുണ്ട്. എനിക്ക് ദൂരേക്കൊക്കെ കാണാൻ ഇത്തിരി പ്രയാസമാണ്. പ്ലെയിൻ കോൺടാക്ട് ലെൻസാണ്, അപ്പോൾ കളറും കാര്യങ്ങളൊന്നുമില്ല. മോയ്സ്ചറൈസർ ഇടാം. സെറാവിയുടെ മോയ്സ്ചറൈസറാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ സ്കിൻ കെയറിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാറില്ല കേട്ടോ. എസ്പെഷ്യലി മേക്കപ്പ് ഇടുന്നുണ്ടെങ്കിൽ നന്നായിട്ട് മോയ്സ്ചറൈസറും സൺസ്ക്രീൻ ഇടും, എസ്പെഷ്യലി എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട്. പക്ഷേ എന്താ വെച്ചാൽ ഒന്ന് വെയിറ്റ് ചെയ്യും. മോയ്സ്ചറൈസർ ഇട്ടിട്ട് ഒരു ഒരു 30 സെക്കൻഡ് ടു 1 മിനിറ്റോളം വെയിറ്റ് ചെയ്യും. അപ്പോൾ അത് നന്നായിട്ട് അബ്സോർബ് ആവും. അതിൻ്റെ മീതേക്ക് സൺസ്ക്രീൻ ഇടുക. നമ്മൾ ഡോട്ട് ആൻഡ് കീയുടെ സൺസ്ക്രീൻ ഇടാം കേട്ടോ. ഇതിപ്പോൾ വേറെയാണ്. നമ്മൾ മലേഷ്യയിൽ പോയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ അവിടെ നിന്ന് മേടിച്ചു. ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ യൂഷ്വലി യൂസ് ചെയ്യണത് ഡോട്ട് ആൻഡ് കീയുടെ സൺസ്ക്രീൻ. അപ്പോൾ ഇത് എല്ലാത്തിൻ്റെയും ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എഗെയിൻ ഒരു 30 സെക്കൻഡ് വെക്കുക കേട്ടോ. അങ്ങനെ ഇരുന്നോട്ടെ. എന്നിട്ട് നമുക്ക് അടുത്ത പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ മുക്കുട്ടിയാണ് കിടന്ന് ഉറങ്ങണത്. ഇപ്പോൾ 6 മണിയാണ് സമയം. ഞാൻ കുറച്ച് നേരത്തെ എണീറ്റ് റെഡി ആവണത്. ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ഷൂട്ട് ചെയ്യാമല്ലോ വിചാരിച്ചു. പിന്നെ ലിപ് ബാം, ഇത് ഫേസ് ഷോപ്പിൻ്റെ ആണെന്ന് തോന്നുന്നു. ഞാൻ ലിങ്ക് ഇടാം കേട്ടോ. പിന്നെ കെ ബ്യൂട്ടിയുടെ ബ്ലഷാണ് കേട്ടോ, ക്രീം ബ്ലഷാണ്. ഫസ്റ്റ് ഞാൻ ബ്ലഷാണ് കേട്ടോ ഇടുന്നത്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ പ്രൈമർ ഇടണമായിരുന്നു. ഞാൻ പ്രൈമർ എടുക്കാൻ മറന്നുപോയി. പക്ഷെ കുഴപ്പമില്ല, ഇപ്പോൾ അത്ര ചൂടുള്ള സമയമല്ല. ഗോവയിലാണെങ്കിൽ നല്ല മഴയും, മഴ 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 മഴ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, അങ്ങനെ ഒലിച്ച് പോകുന്നില്ല. എന്ന് വെച്ചാൽ ചൂട് കാരണം ഒലിച്ച് പോവില്ല, അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. അപ്പോൾ ഞാൻ ബ്ലഷ് നന്നായിട്ട് ചീക്സിൽ അതേപോലെ കണ്ണിൻ്റെ മീതി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് അധികമായിട്ട് തോന്നും. ലാസ്റ്റ് എല്ലാം നമ്മൾ സെറ്റാക്കി എടുക്കും. അപ്പോൾ നമ്മൾ മെബ്ലിൻ്റെ ഈ ജുരുവൈൻ കൺസീലറാണ് കേട്ടോ എടുക്കുന്നത്. ഇതെന്തോ കാരമലാണ് ഷെയ്ഡ്. അപ്പോൾ അത് നമ്മൾ കണ്ണിൻ്റെ താഴെയും, പിന്നെ എനിക്ക് ഡാർക്ക്നെസ് ഉള്ളത് എൻ്റെ താടിയുടെ അവിടെ ശരിക്കും മനസ്സിലാവുന്നുണ്ടാവില്ല. ഇങ്ങനെ കാണുമ്പോൾ എൻ്റെ താടിയുടെ അവിടെയുള്ള ഡാർക്ക്നെസ് അത് കുഴപ്പമില്ല. ഇങ്ങനെ ഈ ഡസ്കി ഡീപ്പ് സ്കിൻ ടോണിലുള്ളവർക്കുള്ളൊരു ഒരു പ്രശ്നമാണത്. അത് കുഴപ്പമില്ല, നമുക്ക് ഈസിലി കൺസീലർ വെച്ച് ഹൈഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ കാരമൽ ഷെയ്ഡിൽ എന്താ വെച്ചാൽ കുറച്ചൊരു ഓറഞ്ച് ഒരു ടിൻറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറക്റ്റർ യൂസ് ചെയ്യാണ്ട് തന്നെ നമുക്ക് പക്ക നന്നായിട്ട് ഹൈഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ കണ്ണിൻ്റെ താഴെയും അതേപോലെ തന്നെ താടിയുടെ അവിടെയൊക്കെ ഞാൻ ഒന്ന് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ബ്ലെൻഡ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ബ്ലഷും അങ്ങനെ ബ്ലെൻഡ് ആവുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒരു നല്ലൊരു നാച്ചുറൽ ലുക്ക് ഉണ്ടാവും കേട്ടോ. ഞാൻ ഇവിടുന്ന് ഒരു കുട്ടി ലൈറ്റ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഒരുവിധം എൻ്റെ കയ്യിലും അവിടെ ഇവിടെയൊക്കെ ഫിറ്റ് ചെയ്തിട്ടൊക്കെയാണ് അത് ഷൂട്ട് ചെയ്യണത്. അത് വെളിച്ചം ഭയങ്കര കുറവായിരുന്നു. പിന്നെ നമുക്ക് കോമ്പാക്ട് പൗഡർ, ഇതാരും എനിക്ക് മെസ്സേജ് അയക്കണം. എന്തായാലും നമുക്ക് കോമ്പാക്ട് പൗഡർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യാം. ഇത് മാക്കിൻ്റെ കോമ്പാക്ട് പൗഡറാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ ഏത് കോമ്പാക്ട് പൗഡർ ആണെങ്കിലും കുഴപ്പമില്ല. ലൂസ് പൗഡർ ആണെങ്കിൽ ദി ബെസ്റ്റ് ആണ് കേട്ടോ. ഇത്രയും പോരാഞ്ഞിട്ട് ഞാൻ പിന്നെയും ബ്ലഷ് എടുത്തിട്ടാണ്. ഫിറ്റ്മിയുടെ ബ്ലഷാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് മേക്കപ്പ് പ്രോഡക്ട്സിൽ ബ്ലഷ് നമ്മുടെ ലുക്കിനെ ഭയങ്കര അടിപൊളിയാക്കും. നമുക്ക് തോന്നുന്നത് ഭയങ്കര ഓവറാണെന്നുള്ളത് ഇല്ല. ഓവർ അല്ലാണ്ട് നമുക്ക് നല്ലൊരു നാച്ചുറൽ ഫ്ലഷ് ഓഫ് കളറുള്ള പോലെ ആക്കിയെടുക്കാം. എൻ്റെ കാജലാണ് ഞാൻ നോക്കിയത്. കാജൽ നോക്കിയപ്പോൾ അതിന് മൊന ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മൊനയുള്ള ഒരു കാജൽ എടുത്തിട്ട്, ഇത് മാക്കിൻ്റെ ഒരു കാജലാണ്. മാക്കിൻ്റെ ആണെങ്കിലും ഇതിനധികം വിലയില്ല കേട്ടോ, 650 രൂപയേ ഉള്ളൂ. നല്ലതാണ് അത്. ഞാൻ ലൈറ്റായിട്ട് മാത്രമേ കണ്ണിൻ്റെ താഴെയും അതേപോലെ കണ്ണിൻ്റെ മീതെ, അതായത് ടൈറ്റ് ലൈൻ ചെയ്യാന്ന് പറയില്ലേ, അവിടെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ലൈറ്റായിട്ടൊന്ന് കണ്ണിൻ്റെ മീതെയും കൂടെ എഴുതിയിട്ട് നമുക്ക് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ലൈറ്റായിട്ട് ഇതേപോലെ വരച്ചു കൊടുക്കാം. ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടൊന്നും വരയ്ക്കണമെന്നില്ല. ചെറുതായിട്ട് കറപറാന്നായാലും കുഴപ്പമില്ല. ഇപ്പോൾ ഈ കണ്ണിൽ എഴുതുമ്പോൾ കുറച്ച് കറപറാന്നാവുന്നുണ്ട്, പക്ഷെ അത് കുഴപ്പമില്ല. നമുക്ക് ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെ ലൈറ്റായിട്ടൊന്ന് ഇങ്ങനെ സ്പഡ്ജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമാണ്. ഇങ്ങനെ തന്നെ ചെയ്താൽ മതിയാവും കേട്ടോ. ഇതന്നെ നല്ല രസമാണ് കാണാനായിട്ട്. ഇപ്പോൾ ഒട്ടും സമയമില്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. പക്ഷെ എനിക്ക് കുറച്ചും കൂടി സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൽ കുറച്ചും കൂടി താജ്മഹൽ പണിയാവുന്നതാണ്. പിന്നെ ചെറുതായിട്ട് വാലെഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതേതാ ഒരു ഐ ഷാഡോ പൗഡറാണ് ഇത്. ഏതെങ്കിലും ഒരു ബ്രൗൺ ഷെയ്ഡിലുള്ള എടുത്താൽ മതി. അത് വെച്ചിട്ട് ഡാർക്ക് ബ്രൗൺ എടുത്തിട്ട് അത് വെച്ചിട്ട് നമുക്ക് കണ്ണിൻ്റെ താഴെ ഒന്ന് ലൈറ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ കാജൽ സ്മഡ്ജ് ആവില്ല കേട്ടോ. അങ്ങനെ ഇരുന്നോളും. കുറച്ചൊരു സ്മോക്കി ആയി ലുക്കും ഉണ്ടാവും. നല്ല രസമാണ് കാണാനായിട്ട്. അത് വെച്ചിട്ട് കണ്ണിൻ്റെ മീഡിയം ലൈറ്റായിട്ടൊന്ന് ഇങ്ങനെ ഇതേപോലെ വരച്ച് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. അത് സ്വിസ് ബ്യൂട്ടിയുടെ ബ്രഷാണ് കേട്ടോ അത്, അല്ലേ? അതെ, സ്വിസ് ബ്യൂട്ടിയുടെ മാർസിൻ്റെ ബ്രഷാണ്. ഭയങ്കര നല്ലതാണ് അത്, അധികം വിലയുമില്ല. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എഗെയിൻ ഇങ്ങനെ വിടണമെങ്കിൽ ഇങ്ങനെ വിടാം, പക്ഷെ പോരാ, ഇതൊന്നും പോരാ. ഞാനപ്പോൾ
ഇത് കണ്ണിൻ്റെ മീതെ ഇങ്ങനെ ഇത് മാർസിൻ്റെ അല്ല സ്വിസ് ബ്യൂട്ടിയുടെ ഐലൈനറാണ്, പെൻ ഐലൈനർ. നല്ല അടിപൊളിയാണ്, നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ലൈറ്റായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നിൽ ഏട്ടൻ ടൈയൊക്കെ കെട്ടാനായിട്ട് കുറേ കാലത്തിന് ശേഷം അപ്പോൾ ആൾ ടൈയൊക്കെ കെട്ടുന്നു. ഇത് എങ്ങനെ കെട്ടും എന്നൊക്കെയുള്ള രീതിയിലൊക്കെ നോക്കി അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുക. ആകെ ഒരു കണ്ണാടിയേ ഉള്ളൂ, അത് ഞാൻ ആക്രമിച്ചെടുത്തു. ഞാൻ പറഞ്ഞില്ലേ, പരിപാടി ആളുടെ ആണെങ്കിലും ഫുൾ ഒരുക്കവും കാര്യങ്ങളൊക്കെ ഞാനും ഇമ്മക്കുട്ടിയാണ്. ഇമ്മക്കുട്ടി എനിക്ക് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഫുൾ ബഹളമായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ അങ്ങോട്ട് റെഡി ആവാൻ വിചാരിച്ചു. പിന്നെ സെയിം ആ ഐ ഷാഡോ പൗഡർ വെച്ചിട്ട് തന്നെ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലൈറ്റായിട്ട് കേട്ടോ. കാരണം ഓൾറെഡി എൻ്റെ ഐബ്രോസ് കുറച്ച് ഇങ്ങനെ കാട് പിടിച്ച പോലെയാണ്, കുറച്ച് ഡാർക്കാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് ഇനി ബ്ലാക്കും കൂടി ഇട്ടാൽ ഭയങ്കര കാട് പിടിച്ച പോലെയാവും. അപ്പോൾ അതുകൊണ്ട് ഒരു ബ്രൗൺ ഷെയ്ഡിലുള്ളൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലൊരു ഐ ഷാഡോ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ സെറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ഒക്കെ റെഡിയാണ്. നമുക്ക് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഞാൻ ഈ ഒരു ലുക്കിനൊരു ന്യൂഡ് ലിപ്സ്റ്റിക് ആവും പ്രിഫർ ചെയ്യുക. പക്ഷേ ഇവിടെ ആയതുകൊണ്ട് നമുക്ക് യാതൊരു പ്രശ്നമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഔട്ട് ആൻഡ് ഔട്ട് നമുക്കൊരു പിങ്കിഷ് ഷെയ്ഡിലേക്ക് പോകാമെന്ന്. ഇപ്പോൾ ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക്കാണ്, മാറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇത് കുറച്ച് ഓവറാണ്, കുറച്ചായിട്ട് വളരെ കുറച്ച് ഡാബ് ചെയ്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഞാൻ ഫുൾ ഓൺ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ന്യൂഡാക്കാൻ വേണ്ടിയിട്ട് വെനൈൽ ഇങ്കിൻ്റെ ലിപ്സ്റ്റിക്കില്ലേ, ചെറുതായിട്ടൊരു ഗ്ലോസി ലുക്ക് തരാൻ വേണ്ടിയിട്ട് അത് അതിൻ്റെ മീതെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലൈറ്റായിട്ടൊരു വെച്ചാൽ ഒരു ലൈറ്റ് പിങ്ക് എന്ന് പറയാൻ പറ്റില്ല, ഡാർക്ക് പിങ്ക് തന്നെയാണ്. പക്ഷെ എന്നാലും കുറച്ചൊന്ന് ടോൺ ഡൗൺ ചെയ്യും. അത് നല്ല രസമല്ലേ ഷെയ്ഡാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഗ്ലോസി ആയിട്ടുണ്ടാവും, എന്നാൽ നമുക്ക് ഒരു തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതായത് വല്ലാണ്ട് ഒട്ടുക അങ്ങനെയൊന്നുമില്ല. മുടിയൊക്കെ ഫ്രണ്ടിലേക്കൊക്കെ വന്ന് ചുണ്ടിൽ വന്ന് ഒട്ടിപ്പിടിക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. നല്ല കംഫർട്ടബിളാണ് അത്. ഈ ഒരു കോംബോ വളരെ നല്ലതാണ്. വെനൈലിങ്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നാണ് കേട്ടോ. പിന്നെ നമ്മൾ ഐലാഷസ് ഒന്ന് കേൾ ചെയ്തിട്ട് മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലാഷ് പാരഡൈസ് മസ്കാരയാണ്. ഞാൻ ലാഷസ് ഒന്നും വെക്കാറേ ഇല്ല കേട്ടോ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളിങ്ങനെ റെഡിയായി ഇങ്ങനെ പുറത്തേക്കൊക്കെ പോകുന്ന ഒരു സമയമാണെങ്കിൽ ഇത് പക്ക വെച്ചാൽ ലോങ് ലാസ്റ്റിംഗ് മേക്കപ്പ് ലുക്കാണ്. നമുക്ക് ഈസിലി ചെയ്യാവുന്ന ഒരു ലുക്കാണ്. അഫോർഡബിൾ പ്രോഡക്റ്റ്സ് ആണ്. പിന്നെ നമ്മുടെ കോമ്പാക്ട് പൗഡർ കുറച്ച് എടുത്തിട്ടുണ്ടല്ലോ, കണ്ണിൻ്റെ താഴെ ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് ഇങ്ങനെ വിരൽ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് കണ്ണിന് ഇതേപോലെ ലൈറ്റായിട്ടൊന്ന് വലിച്ചു പിടിച്ചിട്ട് ലൈറ്റായിട്ടൊന്ന് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ സെറ്റായി നിന്നോളും. നമ്മുടെ കാജലാണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും ഇഗൻ സെയിം ഐ ഷാഡോ പൗഡർ ഇത് വെച്ചിട്ട് ഓപ്ഷനിലാണ്. എനിക്ക് ഈ ജോ ലൈൻ ഒന്ന് കോൺടോർ ചെയ്തെടുക്കണത് ഇഷ്ടമാണ്. അത് ഓപ്ഷനിലാണ് കേട്ടോ, വേണമെന്ന് യാതൊരു നിർബന്ധവും. അപ്പോൾ ഞാൻ അതൊന്ന് ജസ്റ്റ് ഈ ചെവിയുടെ താഴെയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഈ കഷണ്ടിയുള്ള ഭാഗത്തിട്ട് കൊടുക്കുന്നുണ്ട്, മൂക്കിൻ്റെ അവിടെ. അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അടിപൊളിയാണ് കേട്ടോ. ജോ ലൈനൊക്കെ നല്ല ഷാർപ്പായിട്ട് തോന്നിക്കാൻ ഭയങ്കര നല്ലതാണ്. പിന്നെ ആ നെറ്റിയുടെ അവിടെ അത് വേണ്ടവർക്ക് മാത്രം മതി. എനിക്ക് അവിടെ മാത്രം മുടി കുറവാണ്. അപ്പോൾ അത് അവിടെ ഒന്ന് ജസ്റ്റ് ഇത് ഇട്ടിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ അതങ്ങനെ അറിയില്ല കേട്ടോ. തരാ റെഡിയായി. പിന്നെ ഞാൻ ഇതിൻ്റെ മീതെ സൺസ്ക്രീൻ സ്പ്രേ ആണ് ഇട്ട് കൊടുക്കണം. മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ഒക്കെ കൊണ്ടുവരണമെങ്കിൽ കുറേ സാധനങ്ങൾ പാക്ക് ചെയ്യാൻ വയ്യായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ തൽക്കാലം ഒരു സ്പ്രേ കൊടുക്കുന്നുള്ളൂ. അത് സൺസ്ക്രീൻ സ്പ്രേ ആണ്, ഡെർമാക്കോൻ്റെ. അപ്പോൾ അതാണ് അപ്ലൈ ചെയ്ത് കൊടുത്തത്. അതിന് ശേഷം ഡിയോ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കെമിസ്റ്റിൻ്റെ ഡിയോ ആണത്. ഒരു 300 റുപ്പീസിൻ്റെ, ഭയങ്കര നല്ലതാണ് കേട്ടോ. നമ്മളങ്ങനെ സ്വെറ്റ് ചെയ്യൊന്നുമില്ല. പിന്നെ അതിൻ്റെ മീതെ നമുക്ക് വേണമെങ്കിൽ പെർഫ്യൂം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ ഡേ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇവൻ്റ് ഒക്കെ ആകുമ്പോൾ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ സാരിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് പെയിൻറ്റഡ് സാരിയാണ് കേട്ടോ. അതും വിസ്കോസ് ഓർഗൻസ എന്ന് പറയില്ലേ, ആ മെറ്റീരിയലിലുള്ളതാണ്. അപ്പോൾ ഒരു മാൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാ പേജിൽ നിന്ന് ആ കുട്ടി വരച്ച് എനിക്ക് സെൻഡ് ചെയ്ത് തന്നതാണ്. ഞാൻ ആ ലിങ്ക് ഇടാം. ഞാൻ കഴിഞ്ഞ ബ്ലോഗിലും സ്റ്റോറിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ആള് എങ്ങനത്തെ ടൈപ്പിലത്തെ വേണമെങ്കിലും വരച്ചു തരും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഡിസൈൻ പറഞ്ഞു കൊടുത്തത് ഇതേപോലെ വരച്ചു തരുമോ പറഞ്ഞിട്ടൊരു പിക്ചറൊക്കെ കാണിച്ചപ്പോൾ ആൾ വരച്ചു തന്നതാണ്. ഞാൻ പറയുകയും ചെയ്തു ഏത് മെറ്റീരിയലാണ് വേണ്ടത്, ഏത് ഓർഗൻസ മെറ്റീരിയലാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞപ്പോൾ അടിപൊളിയായിട്ട് ചെയ്തു തന്നു. ബ്ലൗസും എനിക്ക് സ്റ്റിച്ച് ചെയ്ത് അയച്ചു തന്നാൽ ജസ്റ്റ് എനിക്ക് സൈഡ് അടിക്കേണ്ടി മാത്രമേ വന്നുള്ളൂ. മാച്ചിങ് ആയിട്ട് തന്നെ ഇമ്മക്കുട്ടിക്കും ഉണ്ട്. അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. വ്ളോഗിൽ എന്തായാലും ഉണ്ടാവും. പിന്നെ സാരി അതേപോലെ പ്ലീറ്റ് ചെയ്ത് ഉള്ളിൽ കൂടെ എടുത്ത് കുത്തി എന്ത് സുഖമാണെന്നറിയോ ഈ സാരി കൊടുക്കാനായിട്ട്. നല്ല മെറ്റീരിയലാണ്. പിന്നെ ആ ഹാൻഡ് പെയിൻറ്റഡ് ആയിട്ടുള്ള നല്ല യുണീക്കായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത്. പിന്നെ ഈ ഒരു സാരി ക്ലിപ്പിൽ ഇത് ഭയങ്കര നല്ലതാണ് കേട്ടോ. നമ്മളങ്ങനെ ചവിട്ടിയാലൊന്നും സൂചി വെച്ചിട്ടൊക്കെ കുത്തിയിട്ടില്ല എന്ന് വെച്ചാൽ അത് അഴിഞ്ഞു പോരില്ലേ. ഇതിപ്പോൾ ചവിട്ടിയാലൊന്നും അഴിഞ്ഞു പോരൊന്നുമില്ല. ഈ ക്ലിപ്പ് നല്ലതാണ്. അയ്യോ, അങ്ങനെ ഞാൻ റെഡി ആയി കഴിഞ്ഞു. നല്ല രസമല്ലേ, ഒരു പൂങ്കാവനം ഇളകി വരുന്ന പോലെ ഉണ്ടോ? ഇല്ലല്ലോ, സിമ്പിൾ അല്ലേ.
കമ്മൽ ഞാൻ നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു കുന്തൻ ജ്വല്ലറി ഇട്ടാലോ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു കമ്മൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ഓവറായിട്ട് ഫീൽ ചെയ്തു. ഇങ്ങനത്തെ ഒരു ഫംഗ്ഷന് ഒരു എലഗൻ ലുക്ക് ഫീൽ ചെയ്തില്ല. അപ്പം ഞാൻ സിമ്പിളായിട്ടുള്ള ഈ കമ്മൽ അഡോബൈ പ്രിയങ്ക എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറിൽ നിന്നാണ് കേട്ടോ അവിടെ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിട്ടപ്പോൾ എനിക്ക് നല്ല രസമായിട്ട് തോന്നി. പിന്നെ വാച്ച്, ബ്രേസ്ലെറ്റ് ഇട്ടപ്പോൾ മതി. ആക്സസറീസ് വളരെ സിമ്പിളാണ് കേട്ടോ. മാല പിന്നെ ഗോൾഡിൻ്റെയാണ്. മുടി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ സ്ഥിരം കെട്ടണ പോലെ തന്നെ ഇങ്ങനെ പിരിച്ചു കെട്ടുകയാണ് ചെയ്യണത്. കുഞ്ഞൊരു ആക്സസറി ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഈ ബീഡ്സിൻ്റെ ഒരു സാധനമുണ്ട്. നമുക്ക് ആമസോണിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്നത്, അല്ലെങ്കിൽ ലോക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്നത്. അത് ഇതിൻ്റെ കൂടെ ഈ ബീഡ്സ്, ഇതൊരു കമ്പിയിൽ ചുറ്റി വരുന്ന ബീഡ്സാണ്. അപ്പോൾ ഇത് ഞാൻ മുടിയുടെ കൂടെ ചുറ്റിയിട്ട് പിന്നിലേക്കാക്കി ഈർക്കിലി സ്ലൈഡ് വെച്ചിട്ട് സെക്യൂർ ചെയ്യാണ് കേട്ടോ. 1-2 ബീഡ്സിൻ്റെ ബഞ്ച് വയ്ക്കാം. ഒരുപാട് ആക്കുന്നില്ല, നമ്മൾ കല്യാണത്തിനൊന്നല്ലല്ലോ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് സിമ്പിളായിട്ട് 2 ബീഡിൻ്റെ ബഞ്ച് വെച്ചുള്ളൂ. പക്ഷെ പുറകുന്ന് നോക്കുമ്പോൾ ഒരു 4 മുത്തേ കാണുള്ളൂ കേട്ടോ. ശരിക്ക് ഒരു 10-15 മുത്തിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്, പക്ഷെ ഒരു 4-5 മുത്ത് മാത്രമേ കാണുള്ളൂ. അപ്പം അങ്ങനെ ഇതേപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡിൽ ചെയ്യാം കേട്ടോ. വെളിച്ചില്ലാത്ത കാരണം ഞാൻ ഓരോരോ ഭാഗത്ത് നിന്നിട്ടായിരുന്നു എടുക്കണ്ടായിരുന്നത്. റൂമിൽ അത്ര വെളിച്ചമൊന്നും ഉണ്ടായിരുന്നില്ല, പുറത്ത് വെളിച്ചില്ല. ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര മഴയായിരുന്നു. ഇത് ഇതേപോലെ പിരിച്ച് ഇതുവരെ എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ സ്ഥിരം ചെയ്യുന്ന ഒരു ഹെയർ സ്റ്റൈലുമാണ്. ഞാൻ മുടിയിൽ ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ, ഹീറ്റൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മുടി ചറപറാന്നാണ് നിൽക്കുന്നത്. സ്ട്രെയിറ്റ്നർ കൊണ്ടുവന്നിട്ടുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ, അഴിച്ചിടുകയും ചെയ്യാം. ഇനിയിപ്പോൾ വേണമെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പോണിറ്റെയിൽ കിട്ടുക, എന്താ വെച്ചാൽ ചെയ്യാമല്ലോ. തൽക്കാലം ഞാൻ എന്തായാലും അഴിച്ചിടാണ് കേട്ടോ. പിന്നിലേക്ക് ആക്കിയിട്ട് ഇർക്കിലി സ്ലൈഡ് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് അങ്ങനെ നിന്നോളും. അയ്യോടാ, അങ്ങനെ റെഡിയായ സ്ഥിതിക്ക് ഇനി നമുക്ക് ഇമ്മക്കുട്ടിയെ വിളിക്കണം. ഇമ്മക്കുട്ടിയെ വിളിക്കണേക്കാട്ടിന് മുന്നേ ഞാനൊരു ഒരു ഫൈനൽ ലുക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് 1 മിനിറ്റ് സാരി ഒന്നല്ല കേട്ടോ. ലൈക്ക് സാധാരണ നമ്മൾ ഉടുക്കണ 5.5 മീറ്ററിൻ്റെ സാരിയാണ്. പക്ഷെ എനിക്ക് ഉടുക്കാനൊരു ബുദ്ധിമുട്ട് തോന്നിയില്ല, ഉടുത്തതിന് ശേഷം ഒരു ബുദ്ധിമുട്ട് തോന്നിയില്ല. ഭയങ്കര കംഫർട്ടബിളായിരുന്നു. മുടി ഞാൻ നല്ലോണം ഒന്ന് ഈരി ജടയൊക്കെ കളയുന്നുണ്ട്. ചറപറാന്ന് ഭയങ്കര ഫ്രിസി ആയിട്ടാണ് നിൽക്കുന്നത്. ഇതാണ് എൻ്റെ നാച്ചുറൽ ഹെയർ. ചറപറാന്ന് നിൽക്കണുണ്ടോ. അത് ഞാൻ കണ്ടീഷണറൊക്കെ ഇട്ടിട്ട് സിറമൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഇങ്ങനെ. സാരില്ല, സ്ട്രെയിറ്റൻ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗിയുണ്ടാവുന്നത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ സ്ട്രെയിറ്റൻ ചെയ്തിട്ടുള്ളൊരു ലുക്ക് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതേ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അടിപ്പാവാടയുടെ കളർ കണ്ടോ, ഞാൻ ക്രീം കളറിലുള്ള അടിപ്പാവാടയാണ് കേട്ടോ എടുത്തിട്ട് വന്നത്. അത് ഈ എക്സാക്ട് ഷെയ്ഡ് എനിക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് പറയണല്ലോ, ഈ ഷെയ്ഡ് ഞാൻ പറഞ്ഞു ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. എനിക്ക് എക്സാക്ട്ലി ഈ ഒരു ഷെയ്ഡ് വേണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. നേരിട്ട് കാണാൻ കുറച്ചും കൂടി രസമുണ്ട് കേട്ടോ ഈ ഒരു ഷെയ്ഡ്. ക്യാമറയിലത്തെക്കാട്ടും അങ്ങനെ ഒരു പേസ്റ്റലും അല്ല, എന്നൊരു ഡാർക്ക് ഷെയ്ഡും അല്ല, ആ ഒരു രീതിക്ക് വരുന്നതല്ലേ. നല്ല രസമുണ്ട്. നല്ല കണ്ണിന് ഭയങ്കര പ്ലീസിങ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇത് തന്നെയാണ് കേട്ടോ ഈ മുക്കുട്ടിയുടെ എക്സാക്ട്ലി സെയിം ഷെയ്ഡാണ്. നല്ല രസമാണ് മദർ ഡോട്ടർ കോമ്പോ കാണാൻ. ഇത് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഒന്ന് റെഡി ആയതാണ്. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് സ്റ്റൈൽ ചെയ്യാം, ഒരു നെക്ലസ് ആയിട്ട് സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ മുടി സ്ട്രെയിറ്റൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വ്യത്യാസം കണ്ടില്ലേ, എൻ്റെ സ്വന്തം മുടി സ്ട്രെയിറ്റ്. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് അത് മുടി ഇങ്ങനെ നീളം വെച്ചത്. അത് നമ്മൾ സ്ട്രെയിറ്റൻ ചെയ്യുമ്പോൾ നമ്മുടെ ചുരുണ്ട വേവി ആയിട്ടുള്ള ഹെയർ കുറച്ച് നീളം വയ്ക്കും, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ബാക്കി വിശേഷങ്ങളെല്ലാം നമുക്ക് ഇതിലുണ്ടാവും, വ്ളോഗിലുണ്ടാവും, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് കണ്ടു നോക്കണേ. ഞാൻ ലിങ്ക്സ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, ചെക്ക് ചെയ്ത് നോക്കൂ. പിന്നെ ഞാൻ നെയിൽസ് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത് അത് ആമസോണിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെയും ലിങ്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ലുക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കണു. അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബിൻ്റെ അടുത്തൊരു കുട്ടി ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇതിൻ്റെ വിശേഷങ്ങൾ വ്ളോഗ്സിലായിട്ടുണ്ട്. കൺവൊക്കേഷൻ്റെ എല്ലാ കാര്യങ്ങളും ഒക്കെ വ്ളോഗ്സിലുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കാം കേട്ടോ. ലവ് യു ഓൾസോ സോ മച്ച്. ബൈ.